തിരുമാരിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആനന്ദപുരിയിലാണെങ്കിൽ നമ്മൾ നയനയും ആദർശം വന്നത് അറിഞ്ഞിട്ട് കനകയും ഗോവിന്ദനും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ കനകയാണെങ്കിൽ ജലജയായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഭർത്താവാണെങ്കിൽ ഈ ഒരു കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ നോക്കിയതില്ലേ, അയാളല്ലേ ആ ഒരു ജ്വല്ലറിയുടെ ഉടമയെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ജലജ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവൊന്നും അല്ല, എനിക്ക് അങ്ങനെ ഒരു ഭർത്താവില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കനക പറയുന്നുണ്ട്, ഭർത്താവില്ലെങ്കിലും എന്തായാലും അയാൾ തന്നെയാണല്ലോ അതിൻ്റെ ഓണർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അയാൾ അതേ കണക്കത്തെ സ്വഭാവം തന്നെയാണ് നിൻ്റെ മോനിക്കും കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോൻ എന്തായാലും അയാളെ കാണത്തില്ല വയ്ക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്, അയാളെ ഒരിക്കലും കണ്ടിട്ടില്ലെന്നൊക്കെ എൻ്റെ മോൻ പറയുന്നതെന്നൊക്കെ എനിക്കത് സത്യം ചെയ്ത് തന്നെയാന്നൊക്കെ നമ്മൾ ജലജ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ കനക പറയുന്നുണ്ട്, അത് ശരി, എന്തായാലും നടക്കട്ടെ, അവന് സത്യം ചെയ്തതല്ലേ, ഇപ്പോൾ അതണക്കൊക്കെ അവൻ ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ അവന്തികയുടെ കാര്യവും പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ മോൾക്ക് എന്തായാലും നിൻ്റെ മോൻ്റെ അതേ കണക്കത്തുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്നൊരു കാര്യം ചെയ്യ്, നീ അവന്തികയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനൊക്കെ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ജലജ പറയുന്നുണ്ട്, അതിനിപ്പം ഞാൻ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിൻ്റെ മോളല്ലേ അവൻ്റെ മനസ്സിലെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ജലജയാണെങ്കിൽ. നമ്മൾ കനക പറയുന്നുണ്ട്, അങ്ങനെ അനിയുടെ മനസ്സിലിപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ആ ഒരു ഇത് മാറ്റിയെടുക്കേണ്ടത് നിൻ്റെ മോളെ കടമയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ നയനെ അങ്ങോട്ട് വരുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, അപ്പച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ടാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അനിയുടെ കല്യാണം ഒരു വട്ടം നമ്മൾ അനാമികയായിട്ട് നടത്തിയതാണല്ലോ, അന്നും അനിക്കാണെങ്കിൽ അനാമികയായിട്ട് ഇഷ്ടമല്ലായിരുന്നു, അന്ന് അനിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നും അറിയാമല്ലോ. പക്ഷേ ഇപ്പോഴും അതേ കണക്ക് തന്നെ അനിക്കാണെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അനിയുടെ മനസ്സിൽ ഫുള്ളും നന്ദുവാണെന്നുള്ള കാര്യവും അറിയാം. പക്ഷേ എൻ്റെ അനിയത്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവർ സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ഒരു കുടുംബമായിട്ടൊക്കെ അവർ ജീവിക്കും. പക്ഷേ എൻ്റെ അനിയത്തി അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കനക പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോളെ ഓർത്ത് നിങ്ങളെന്തായാലും വിഷമിക്കേണ്ട കാര്യമില്ല, അവളാണെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. നടന്നിട്ട് പിന്നെ നമ്മൾ കനകയാണെങ്കിൽ നേരെ അങ്ങ് അവന്തികയുടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവന്തിക അവിടെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുകയാണ്, നമ്മൾ അച്ഛനിക്ക് കിട്ടിയ പണിയൊക്കെ കുറിച്ച് ആലോചിക്കുമായിരിക്കും, ഭയങ്കര ആലോചനയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കനകയാണെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ടാണെങ്കിൽ അവന്തിക അടുത്ത് വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പം അവന്തിക പറയുന്നുണ്ട്, അതെങ്ങനെ, എനിക്കാണെങ്കിൽ ഇപ്പോഴും എൻ്റെ അടുത്ത് അനിയേട്ടനാണെങ്കിൽ ഇഷ്ടമില്ലല്ലോ, അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കനക പറയുന്ന, മോൾ അങ്ങനെയൊന്നും പറയരുത്, എന്തായാലും നിങ്ങൾ കല്യാണം നല്ലതുപോലെ നടക്കും, എൻ്റെ മോളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ശല്യമായിട്ട് വരത്തില്ല, ഞാനത് ഉറപ്പ് തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മോളെ ഇപ്പോൾ അവർ തമ്മിൽ കാണത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കനകയാണെങ്കിൽ വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അവന്തികയ്ക്ക് നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ജലജ വരുന്നുണ്ട്. അങ്ങനെ ജലജ വരുമ്പം നമ്മൾ നമ്മൾ നയനയും കനകയും കൊണ്ടങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, അവരെന്താ പറഞ്ഞത്, അനിയെ അവരെ മോൾക്ക് വിട്ടുകൊടുക്കണമെന്നൊക്കെയാണ് അവർ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞത്, അവരങ്ങനൊന്നും അല്ല പറഞ്ഞതെന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അനിയേട്ടന് ഞാനായിട്ടുള്ള കല്യാണം നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ടോ, അവരങ്ങനെയൊക്കെ പറയും, പറഞ്ഞിട്ട് അവരുള്ളിൽ വേറെ ചിന്തയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അമ്മേ എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട്, ഇപ്പം എല്ലാവരും പറഞ്ഞല്ലോ അച്ഛൻ നാട്ടിൽ വന്നെന്നുള്ള കാര്യം, അപ്പോൾ എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവന്തിക അങ്ങ് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജ ചോദിക്കുന്നത്, ഏതച്ഛൻ, നിൻ്റെ അച്ഛനാരാ, നിൻ്റെ അച്ഛനല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്, നാഗേന്ദ്രൻ നിൻ്റെ അച്ഛനല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നത്, എനിക്കപ്പോൾ അച്ഛനില്ലേ, എനിക്കിപ്പം ജനിപ്പിച്ച ഒരാളുണ്ടല്ലോ എൻ്റെ അച്ഛനെന്നൊക്കെ പറയുന്നുണ്ട്, അപ്പം ആ അച്ഛൻ നാഗേന്ദ്രൻ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വീണ്ടും നമ്മൾ ജലജ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനല്ല നാഗേന്ദ്രൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവന്തിക പറയുന്നു, അമ്മ എന്താ പറയുന്നത്, നാഗേന്ദ്രൻ്റെ മക്കളാണല്ലോ ഞാനും അഭിയേട്ടൻ എന്നാണല്ലോ എല്ലാവരും പറയുന്നത്, പിന്നെ എന്താ അമ്മ മാത്രം ഇങ്ങനെ തല തിരിഞ്ഞൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ജലജയാണെങ്കിൽ ഈ ഒറ്റ വാക്ക് തന്നെ പറയുന്നത്, നീ നാഗേന്ദ്രൻ്റെ മകളല്ല എന്നുള്ളൊരു ഒരേ കാര്യം തന്നെ നമ്മൾ ജലജ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മൾ അവന്തികയ്ക്കാണെങ്കിൽ പ്രാന്ത് പിടിക്കുന്ന കണക്ക് ഭയങ്കര ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജലജ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ സങ്കടപ്പെട്ടൊക്കെ നമ്മൾ അവന്തിക നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.